മാർക്സിസ്റ്റ് അണികളെ നിങ്ങൾ നടത്ത്, അവരോട് ചോദിക്ക്. വീണ്ടും ഒരു പിണറായി ഭരണം വേണമെന്ന് അവർ തലയിൽ തൊട്ട് തൈവച്ചിട്ട് പുറത്ത് പറയാൻ പേടിയാണ്. പിന്നെ അവനെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ജയിലിലാക്കും, വേറെ ചെയ്യും. പക്ഷെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പറയും വേണ്ടേ വേണ്ട. ഇവിടെ എന്താണ് നടക്കുന്നത് കേരളത്തിൽ? ഇവിടെ നടക്കുന്നത് മോഡിയേക്കാൾ വലിയ കോർപ്പറേറ്റ് വൽക്കരണമാണ്. സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ചിന്താഗതിയുമായി നിൽക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല. കമ്മ്യൂണിസത്തിന്റെ ആശയാദർശങ്ങൾ പങ്കുവെക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടറിയിൽ സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നതിന് പിറ്റേ ദിവസം അവരെ വിളിച്ചിരുത്തി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുമായിരുന്നു ഈ ഗവൺമെന്റ്. അവർ ചോദിച്ച ന്യായമായ ആവശ്യം എന്തൊരു കൊട്ടിഘോഷമായിരുന്നു. കോവിഡ് നമ്മളൊക്കെ കണ്ടതല്ലേ. കോവിഡ് കാലം ആരാ പാവങ്ങൾ വർക്ക് ചെയ്തത്? ഈ കോവിഡിന്റെ കാലത്തൊക്കെ വർക്ക് ചെയ്തത് ആശാമാരല്ലേ? അവരല്ലേ ഗ്രാമങ്ങളിൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരാണ്? ആശമാർ. അവർക്ക് കൊടുക്കേണ്ട ഓണറേറിയം, അവർക്ക് കൊടുക്കേണ്ട അധിക തുകകൾ, അത് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ലേ സർക്കാർ ചെയ്തത്? അവരെ ആക്ഷേപിക്കുക മാത്രമല്ല, അവരത് കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കാൻ കാശില്ലെന്ന് പറയുന്ന ഗവൺമെന്റ്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന് ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ പോകുന്ന ആളല്ല. പക്ഷെ സർക്കാരിനൊരു പ്രയോറിറ്റി വേണം. PSC മെമ്പർമാരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത്? ആശാപ്രവർത്തകരുടെ ശമ്പളമാണോ വർദ്ധിപ്പിക്കേണ്ടത്? അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയാണോ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ല. അവിടെ ആശാപ്രവർത്തകൻ മുന്നിൽ വരും. ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ടാണ്, ഇത് തീർത്തും മുതലാളിത്ത സർക്കാർ ആയതുകൊണ്ടാണ്. അവിടെ PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടാൻ നമ്മുടെ പഴയ സ്നേഹിതൻ തോമസ് മാഷ്ക്ക് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ ഭത്ത കൊടുക്കാൻ ഒക്കെ തന്നെ തീരുമാനിച്ചത് ആ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ്, അതില്ലാതെ വേറൊരു ഭാഗമായിട്ടാണ്. എന്തൊക്കെ ഇവിടെ സാധാരണക്കാർ ഇപ്പം വരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഇപ്പൊ അവരിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വരുമ്പോൾ ഇപ്പൊ ചെയ്യുന്നൊരു കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പം പെൻഷൻ കൊടുക്കില്ല, പിടിച്ചു വെക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, എല്ലാ സാമൂഹ്യ പെൻഷനുകളും ഇപ്പൊ പിടിച്ചു വെക്കാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അങ്ങനെയായിരുന്നു. സാധാരണക്കാരന്റെ അവകാശമായി കിട്ടേണ്ടതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം. ഈ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ തരാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് കുറച്ച് പ്രഖ്യാപനം നടത്താൻ വേണ്ടി അതാണ് മനസ്സിലിരിപ്പ്. അങ്ങനെ ജനങ്ങളെ ഇലക്ഷന് വേണ്ടി കുറച്ച് കൈക്കൂലി കൊടുത്താൽ ഈ പറയുന്ന എല്ലാ പേരുദോഷവും ഈ സർക്കാരിനെ മുഴുവൻ സർക്കാർ വിരുദ്ധ ജനങ്ങളുടെ മനോഭാവവും മാറിക്കിട്ടും എന്നാ വിചാരിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ചക്ക വീണാൽ മുയൽ അവിടെ കിടക്കും. എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമ്പോൾ മുയൽ ഉണ്ടാവില്ല സഖാവ് പിണറായി എന്നുള്ള കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പറയും. ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. നിങ്ങൾക്കാർക്കും അങ്കലം എന്തായിരുന്നു? വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരുന്നു. ആ പാവപ്പെട്ട നമ്മുടെ TP ശ്രീനിവാസന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർപേഴ്സൺ, അദ്ദേഹത്തെ പോലെ ഏറ്റവും പ്രാമാണികത്വമുള്ള ഒരു നേതാവിനോട് കാണിച്ച് എന്തായിരുന്നു 10 കൊല്ലം മുമ്പ്? ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വിദേശ സർവകലാശാല വേണം. ഇപ്പം ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് നിക്ഷേപ സമാഹരണം എന്തോ യജ്ഞോ എന്നാലല്ല ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. സ്നേഹിതന്മാരെ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊള്ളാം. ഞങ്ങൾ മുൻപേ തന്നെ ഇതിനൊക്കെ അനുകൂലമായിരുന്നു. ഇവിടെ നിക്ഷേപം വരണം, ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ തൊഴിലുണ്ടാക്കണം. വ്യവസായങ്ങൾ വരാനും നിക്ഷേപം വരാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം തൊഴിലുണ്ടാക്കാനായിരിക്കണം. ഈ പത്തനംതിട്ടയിലെ പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരൻ, ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളി, ആലപ്പുഴയിലെ കയർ തൊഴിലാളി, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളി, കൈത്തറി തൊഴിലാളികൾ, അവരൊക്കെ മര്യാദക്കൊന്നും ഉണ്ടിട്ട് എത്ര കാലമായി? ആഹാരം കഴിച്ചിട്ട് എത്ര കാലമായി? ഭക്ഷണം കഴിച്ചിട്ട് ജീവിത പ്രയാസങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഈ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, കാർഷിക മേഖലയിൽ ജീവിക്കുന്നവർ, കൃഷിക്കാർ, കാർഷിക തൊഴിലാളികൾ, എന്ത് പദ്ധതിയാണ് പിണറായി അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തത്? കഴിഞ്ഞ
അവർക്ക് വേണ്ടി ക്ഷേമം ഉണ്ടാക്കാൻ എന്താണ് നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് പരമാവധി ദ്രോഹമുണ്ടാക്കുന്ന നടപടികളാണ്. അപ്പൊ ഈ നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ, വ്യവസായ നിക്ഷേപ സംഗമമൊക്കെ നടക്കുമ്പോൾ ഞങ്ങളതിനെ എതിർക്കാൻ തയ്യാറല്ല, പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നിക്ഷേപ സംഗമം കുറെ അദാനിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാശ് തട്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുമാണെങ്കിൽ ആ പൂതിയല്ല കേരളത്തിന് വേണ്ടത്. അതല്ല കേരളത്തിന് വേണ്ടത്. കേരളത്തിന് വേണ്ടത് ഈ അടിസ്ഥാനപരമായി മണ്ണിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള പോളിസി ഉണ്ടാകണം.